ഇപ്പോൾ കിട്ടിയൊരു പ്രധാന വാർത്തയിലേക്ക്. പത്തനംതിട്ട റാന്നിയിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ കാർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞു. പ്രവർത്തകരെ കേൾക്കാൻ തയ്യാറായ മന്ത്രിയെ യൂത്ത് കോൺഗ്രസ് അധിക്ഷേപിച്ചുവെന്നും പരാതി. വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്നും സുജു ടി ബാബു ചേരുകയാണ്. സുജു ടി ബാബു, ഇപ്പോൾ ഇങ്ങനൊരു വാർത്തയ്ക്ക് അടിസ്ഥാനമായ സംഭവത്തിന്റെ സാഹചര്യം എന്തായിരുന്നു? സിന്ധൂരിൽ നിന്ന് റാന്നി താലൂക്ക് ആശുപത്രിയിൽ ഒരു ചടങ്ങിൽ പങ്കെടുത്ത ഉദ്ഘാടന ശേഷം ആരോഗ്യവകുപ്പ് മന്ത്രി തിരികെ വരുമ്പോഴാണ് യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് മന്ത്രിയുടെ വാഹനത്തിന് മുമ്പിലേക്ക് എടുത്തു ചാടുകയായിരുന്നു. ചാടി അവർ തടസ്സം സൃഷ്ടിക്കുന്നു. സാധാരണ നമുക്കറിയാം, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാത്രമല്ല, സാധാരണ രാഷ്ട്രീയ പാർട്ടികൾ മന്ത്രിമാർക്കെതിരെ കരിങ്കൊടി കാണിക്കാറുണ്ട്. അത് റോഡിൻ്റെ ഇരുവശത്ത് നിന്നുകൊണ്ടാണ് കരിങ്കൊടി കാണിക്കുന്നത്. അതിന് ഉപരിയായി മന്ത്രിയുടെ വാഹനത്തിന് മുമ്പിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ചാടി ആ വാഹനത്തിൻ്റെ തടസ്സം സൃഷ്ടിക്കുന്നു. എന്നാൽ മന്ത്രി ഈ കാര്യത്തിൽ ഒരു സമീപനം സ്വീകരിച്ചു. യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു പദ്ധതിയെ പൊളിക്കുന്ന തരത്തിൽ തന്നെ മന്ത്രി വാഹനത്തിൽ നിറങ്ങുകയും അവർക്ക് എന്താണ് പറയാനുള്ളത് കേൾക്കാൻ തയ്യാറാണെന്ന് പറയും. പോലീസുകാരുടെ മന്ത്രി ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കും. മന്ത്രി പറയുന്നുണ്ട് പോലീസിനോട്, ആരെയും അറസ്റ്റ് ചെയ്ത് നീക്കണ്ട, ആരെയും പിടിച്ചു മാറ്റേണ്ട, തള്ളിവിടണ്ട, പകരം സമാധാനപരമായി പ്രശ്നം അവസാനിപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് മന്ത്രി കൃത്യമായി തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരോട് ഒന്ന് മാറി പോകാൻ, അല്ലെങ്കിൽ അവർ നിങ്ങൾ ഒന്ന് വിടുന്ന വഴി തരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇതൊന്നും കേൾക്കാൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തയ്യാറാവുന്നില്ല. ഉടനെയാണ് മന്ത്രി പറയുന്നത്, നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്, കേൾക്കാൻ തയ്യാറാകാം എന്ന് പറഞ്ഞു. അതിനുശേഷം മന്ത്രി പറയുന്നത്, നിങ്ങൾ പറഞ്ഞത് ഞാൻ കേട്ടുവല്ലോ, എന്നാൽ ചില കാര്യങ്ങൾ ചോദിക്കട്ടെ എന്ന് ചോദിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആശാപ്രവർത്തകരുടെ ഓണറുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് മന്ത്രിയെ കരിങ്കൊടി കാട്ടാനെത്തിയത്. അതിൽ മന്ത്രി കൃത്യമായി ചോദിക്കുന്നുണ്ട്, യൂത്ത് കോൺഗ്രസ് അല്ലേ, അതായത് UDFിൻ്റെ കാലഘട്ടത്തിൽ എത്രയാണ് ആശാ വർക്കർമാർക്ക് കൊടുത്ത തുക? ഈ ചോദ്യം ചോദിക്കുമ്പോഴാണ് യൂത്ത് കോൺഗ്രസിൻ്റെ ഉത്തരം മുട്ടുന്നത്. അതായത് കൃത്യമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആശാ വർക്കർമാർക്ക് UDF കാലത്ത് എത്ര രൂപ കൊടുത്തു എന്ന് പറയേണ്ട വന്നാൽ അതിൻ്റെ ഉത്തരം കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വാദം പൊളിയും. മാത്രമല്ല, അവർ അപഹാസ്യരായി മാറും. ആ ഘട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മന്ത്രിയെ അധിക്ഷേപിക്കുകയും മുദ്രാവാക്യം വിളിക്കുകയും തുടർന്ന് പ്രകോപനം സൃഷ്ടിക്കുകയാണ് ചെയ്തത്. ഇത് മന്ത്രി കാറിൽ നിന്ന് ഇറങ്ങി ഒരു വാഗ്വാദത്തിനായി ഇറങ്ങിച്ചെന്നതല്ല. പകരം കാർ തടസ്സപ്പെടുത്തുമ്പോൾ അവിടെ പോലീസിനോട് ലാത്തി ചാർജ് വേണ്ട, അല്ലെങ്കിൽ അവരെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് നീക്കേണ്ട, പകരം സമാധാനപരമായ കാര്യങ്ങൾ മുമ്പോട്ട് പോകണം എന്ന ഉത്തമ ലക്ഷ്യത്തോടെ, അല്ലെങ്കിൽ നല്ല ഒരു ലക്ഷ്യത്തോടെ മന്ത്രി ഇറങ്ങിച്ചെന്ന് സംസാരിക്കുന്നത്. എന്നാൽ അതൊന്നും കേൾക്കാൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തയ്യാറായില്ലെന്ന് മാത്രമല്ല, മന്ത്രിയെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങളാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയത്. സിന്ധൂരി, സുജു ടി ബാബു, ഈ കൃത്യമായ രീതിയിൽ ഒരു ഉത്തരം നൽകിയിട്ടും അല്ലെങ്കിൽ ഒരു പ്രശ്നത്തിലേക്ക് പോവാതെ കാര്യങ്ങൾ സമാധാനത്തോടെ കൈകാര്യം ചെയ്യുവാൻ മന്ത്രി ശ്രമിക്കുമ്പോഴും ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാതെ വരുന്ന ഒരു പ്രവർത്തനം, അല്ലെങ്കിൽ അതിനെതിരെ കൃത്യമായ രീതിയിൽ മന്ത്രിയെ അപമാനിക്കുന്ന തരത്തിലുള്ള ഒരു പ്രതികരണമാണല്ലേ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കാഴ്ചവെച്ചത്. പിന്നീട് എങ്ങനെയാണ് ഈ ഒരു പ്രശ്നം പരിഹരിക്കപ്പെട്ട് ഏത് രീതിയിലാണ് ഇപ്പോൾ നിലവിലത്തെ സാഹചര്യം എന്താണ്? ഒടുവിൽ മന്ത്രിയുടെ സമയോചിതമായ ഇടപെടൽ മൂലം അങ്ങനെയാണ് പ്രശ്നം പരിഹരിക്കുന്നത്. സിന്ധൂരി എടുത്തു പറയേണ്ടത് പത്തനംതിട്ടയിലെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തനമാണ്. യൂത്ത് കോൺഗ്രസ് അടുത്തിടയ്ക്ക് നടത്തിയ രാഷ്ട്രീയ സമരങ്ങൾ പരിശോധിച്ചറിയാം. പത്തനംതിട്ടയിൽ വലിയ തരത്തിൽ ആളുകളൊന്നും യൂത്ത് കോൺഗ്രസിന് പങ്കെടുക്കുന്നില്ല. അത് രണ്ട് വിഭാഗമായി നിന്നുകൊണ്ട് തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ ചേരിപ്പോര് രൂക്ഷമാണ്. അത്തരം ഘട്ടത്തിൽ യൂത്ത് കോൺഗ്രസിന് വളരെ പെട്ടെന്ന് വാർത്തയിൽ ഇടം പിടിക്കാമെന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് പത്തനംതിട്ട യൂത്ത് കോൺഗ്രസിലെ നേതാക്കൾ ഇന്ന് റാന്നി നടത്തിയ അപഹാസ്യമായ കരിങ്കൊടി പ്രയോഗം. കരിങ്കൊടി കാട്ടുന്നത് ഒരു പ്രതിഷേധത്തിൻ്റെ ഭാഗമെന്ന് മനസ്സിലാക്കാൻ സാധിക്കും, അല്ലെങ്കിൽ പ്രതിഷേധം നടത്തുന്നത്. പക്ഷേ ഒരു മന്ത്രിയുടെ വാഹനത്തിന് മുമ്പിലേക്ക് എത്തി അത് തടസ്സപ്പെടുത്തി, ഗതാഗതം തടസ്സപ്പെടുത്തി, പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് അത് വാർത്തയിൽ ഇടം പിടിക്കാൻ ഇപ്പോൾ തന്നെ യൂത്ത് കോൺഗ്രസ് ഈ വാഹനം തടസ്സപ്പെടുത്തിലൂടെ ഇത് വാർത്താ പ്രാധാന്യം ലഭിക്കുന്നു. അത്തരത്തിൽ ചുളിവിൽ, അതായത് കാര്യമായ ഒരു പ്രതിപക്ഷ സംഘടന സാധാരണ രീതിയിൽ നടത്തുന്ന രീതിയിൽ സമരങ്ങൾ നടത്തുകയോ അല്ലെങ്കിൽ അത്തരം പ്രചാരണ പരിപാടികൾ നടത്താതെ വളരെ എളുപ്പത്തിൽ മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റാനാണ് പത്തനംതിട്ടയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തുടർച്ചയായി ശ്രമിക്കുന്നത്. അത്തരം തുടർച്ചയായ ശ്രമങ്ങളുടെ ഭാഗമായി കൂടി തന്നെയാണ് ഇന്ന് യൂത്ത് കോൺഗ്രസ് റാന്നി നടത്തിയ നാടകം. വ്യക്തമാണ് സുജു. പത്തനംതിട്ട റാന്നിയിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ കാർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞു. പ്രവർത്തകരെ കേൾക്കാൻ തയ്യാറായ മന്ത്രിയെ യൂത്ത് കോൺഗ്രസ് അധിക്ഷേപിച്ചു എന്നുള്ള പരാതി. വിശദാംശങ്ങളാണ് സുജു ടി ബാബു പത്തനംതിട്ടയിൽ നിന്നും നൽകിയത്.